ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു യൂസ്ഫുൾ വീഡിയോ നോക്കിയാലോ. അതായത് നിങ്ങളുടെ യാൺ ചൂസ് ചെയ്യുമ്പോൾ ഏത് കളർ ഏതിൻ്റെ കൂടെ ചെയ്താൽ നന്നാവും എന്നുള്ളതൊക്കെ കൺഫ്യൂഷനുള്ള ആൾക്കാരാണോ? ഇതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത് കളർ വീൽ വെച്ച് നോക്കുക എന്നുള്ളതാണ്. ആ കളർ വീൽ വെച്ചിട്ട് നോക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ നമുക്ക് എത്ര ടൈപ്പ് ഓഫ് ഷെയ്ഡ്സ് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആവും. ആദ്യം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പാസ്റ്റൽ ഷെയ്ഡ്സ് ആണ്. അതായത് ഇതൊരു തരം സോഫ്റ്റ് കളേഴ്സാണ്. നമുക്ക് എല്ലാ കളറിലും ഇതിൻ്റെ സോഫ്റ്റ് ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഈ ഷെയ്ഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളർ എങ്ങനെ മിക്സ് ചെയ്താലും ഇതിലേത് കളർ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്താലും അതൊരു കോമ്പിനേഷനായിട്ടും അതിന് ഭംഗിയായിട്ടും ചേരും. ഇനി വരുന്നത് ബ്രൈറ്റ് ഷെയ്ഡ്സ് ആണ്. ബ്രൈറ്റ് ഷെയ്ഡ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ കണ്ണിലേക്ക് അടിച്ചു കയറുന്ന ഒരു തരം കളേഴ്സ് ഇല്ലേ, അതായത് മജന്ത കളർ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ബ്ലൂ കളർ, അങ്ങനത്തെ കളറൊക്കെ. ഈ കളറുടെ ഫാമിലിയിലുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഇതിനൊരു വേറൊരു ഫാമിലിയിലോട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ബ്രൈറ്റ്നെസ്സിന് കുറച്ചൊരു ഡിമ്മായിട്ട് തോന്നുകയും ചെയ്യും, എന്നാൽ അത് വൈബ്രൻ്റ് ആയിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും. പിന്നെ വരുന്നത് നമ്മുടെ കളർ വീലിലുള്ള കൂൾ ഷെയ്ഡ്സും വാം ഷെയ്ഡ്സുമാണ്. കൂൾ ഷെയ്ഡ്സ് എന്ന് പറയുന്നത് കണ്ണിന് കുളിർമയേകുന്ന റെഡ് കളറ്, ബ്ലൂ കളറ്, ഗ്രീൻ കളറ്, ആ ഒരു ഫാമിലിയിൽ വരുന്നത്. എന്നാൽ വാം ഷെയ്ഡ്സ് എന്ന് പറയുമ്പോൾ റെഡ്, ഓറഞ്ച്, യെല്ലോ, ഈ ഒരു ടൈപ്പിൽ വരുന്നതാണ് വാം കളർ എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് ഒരു ഫാമിലി വരുന്നത് സീസണൽ മിക്സ്ചേഴ്സാണ്. അതായത് നമ്മുടെ മണ്ണിനോട് എർത്തിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന കളേഴ്സായ ബ്രൗൺ, മസ്റ്റർഡ്, ഒലിവ് ഗ്രീൻ, അങ്ങനത്തെ കളറുകൾ കേട്ടോ. ഇനി ഇതെങ്ങനെ മിക്സ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാസ്റ്റൽ ഷെയ്ഡ്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഗ്രൂപ്പിൽ തന്നെയുള്ള ഏതെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. ഓക്കെ, വാം ഓർ കൂൾ ഷെയ്ഡ്സ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഏറ്റവും നല്ലത് ആ ഒരു നിയർ ബൈ ആയിട്ടുള്ളത് എടുക്കുകയാണ്. അതായത് ബ്ലൂവും ഗ്രീനും, ബ്ലൂവും വയലറ്റും, അല്ലെങ്കിൽ റെഡും ഓറഞ്ചും, യെല്ലോയും ഗ്രീനും, അങ്ങനെയൊക്കെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും കാണാൻ ഭംഗി, റാദർ ദാൻ വയലറ്റും നേരെ ഗ്രീനും എടുക്കുന്നതിനേക്കാളും. ഇനി വേറെ വേറെ ഫാമിലിയിലാണ് എടുക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ബ്രൈറ്റ് ഒരിക്കലും ബ്രൈറ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് പെയർ ചെയ്യുമ്പോൾ അതത്ര ഭംഗി ഉണ്ടാകത്തില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ബ്രൈറ്റിനെ പേസ്റ്റൽ ഷെയ്ഡായിട്ട്, അതായത് ഇപ്പോൾ പേസ്റ്റൽ പിങ്ക് ആണ് എടുക്കുന്നതെങ്കിൽ ബ്രൈറ്റ് പിങ്ക് നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ അതങ്ങനെ ഒരു ഓംബ്രേ ഷെയ്ഡ് പോലെ നമുക്കിങ്ങനെ ഒരു പുതിയ നല്ല ഭംഗിയുള്ളൊരു കളർ ഷെയ്ഡ് കിട്ടും. ഇപ്പോൾ ഞാൻ നമ്മുടെ സ്റ്റാർ ബ്ലാങ്കറ്റൊക്കെ ചെയ്ത പോലെ വരും. പിന്നെ കൂൾ അല്ലെങ്കിൽ വാം കൂടെ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും കളർ വീലിൽ ഓപ്പോസിറ്റ് ഷെയ്ഡ്സ് എടുക്കാൻ നോക്കുക. അതായത് ഇപ്പോൾ വയലറ്റ് ആൻഡ് യെല്ലോ, റെഡ് ആൻഡ് ഗ്രീൻ, അങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ആ ഒരു രണ്ട് കളറും എവിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ സീസണൽ മിക്സ്ചേഴ്സാണ് എടുക്കണമെന്നെങ്കിൽ നമുക്ക് എർത്ത് ടോണിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വാമിൻ്റെ കൂടെയും ബ്രൈറ്റിൻ്റെ കൂടെയും നമുക്ക് കോൺട്രാസ്റ്റ് ചെയ്യാം. അപ്പോൾ അതൊരു നല്ല ഭംഗിയായിട്ട്, അതായത് ഇപ്പോൾ ബ്രൗൺ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു റെഡിൻ്റെ കൂടെയോ ഓറഞ്ചിൻ്റെ കൂടെയോ യെല്ലോൻ്റെ കൂടെയോ നമുക്കത് പെയർ ചെയ്താലും നല്ല ഭംഗിയായിട്ട് തന്നെ വരും. വാം ഷെയ്ഡ്സിലോട്ട് എർത്തി ടോൺസിനെ കയറ്റാൻ നോക്കുക, റാദർ ദാൻ കൂൾ കളറിലോട്ട് മിക്സ് ചെയ്യുന്നതിനേക്കാളും നന്നായിട്ട്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് 2 കളറ് മിക്സ് ചെയ്യുന്നതായിരുന്നെങ്കിൽ ഇനി 3 കളറ് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും നോക്കുക മെയിൻ കളറ് ഒരു 60%, സെക്കൻഡറി കളറ് 30%, പോപ്പ് ചെയ്യാൻ നിൽക്കുന്ന ആ കളറ് 10%ആയിട്ട് നമ്മൾ ആ ഒരു 60-30-10 റൂളിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ നോക്കുക. ബട്ട് ഈ 10 എന്ന് പറയുന്നത് ജസ്റ്റ് ചിലപ്പോൾ ബോർഡർ കൊടുക്കാനായിരിക്കാം, 30 എന്ന് പറയുന്നത് ജസ്റ്റ് അതിൻ്റെ ഒരു വളരെ കുറച്ച് ശതമാനമായിരിക്കും, 60 എന്ന് പറയുന്നത് മെയിൻ പോർഷൻ, അതായത് നമ്മുടെ ആ ഒരു ഇപ്പോൾ ഒരു ഗ്രാനി സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഫ്ലവർ പോർഷൻ കംപ്ലീറ്റ് നമ്മൾ ആ ഒരു മെയിൻ കളറിൽ ചെയ്യുക. നെക്സ്റ്റ് ലാസ്റ്റ് ബോർഡറിന് തൊട്ട് മുന്നുള്ള 2 റോ വന്നിട്ട് നമ്മൾ സെക്കൻഡറി കളർ യൂസ് ചെയ്യുക, പോപ്പ് ചെയ്തിരിക്കുന്ന കളർ ജസ്റ്റ് ബോർഡറിന് മാത്രമേ യൂസ് ചെയ്യുക. അങ്ങനെ നമുക്ക് വരാം. ഇപ്പം മെയിൻ കളറ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ലൈറ്റ് ന്യൂട്രൽ ലൈക്ക് ക്രീം കളറാണെന്നുണ്ടെങ്കിൽ സെക്കൻഡറി കളർ ഒരു പാസ്റ്റൽ ഷെയ്ഡ്, കൂൾ പാസ്റ്റൽ ഷെയ്ഡ് ഉപയോഗിക്കാം. പോപ്പ് ചെയ്തിരിക്കുന്ന കളർ വാം പേസ്റ്റൽ ഷെയ്ഡ് ഉപയോഗിക്കാം. ഇത് തന്നെ തിരിച്ചും നമുക്ക് ഉപയോഗിക്കാം, പ്രശ്നമില്ല കേട്ടോ. അതേപോലെ തന്നെ ഇപ്പോൾ കൂളാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിയറസ്റ്റ് ഉള്ള 2 കളറാണ് മെയിൻ കളറും സെക്കൻഡറി കളറായിട്ട് എടുക്കുക. എന്നിട്ട് പോപ്പ് ചെയ്ത് നിൽക്കേണ്ട കളറ് ഓപ്പോസിറ്റ് ഷെയ്ഡിൽ നിന്ന്, അതായത് നമ്മുടെ വാം കളർ അവിടെ നിന്ന് എടുക്കുക. ഇപ്പോൾ ഇത് തന്നെ വാം ഷെയ്ഡിലാണെന്നുണ്ടെങ്കിൽ നിയർ ബൈ ഉള്ള 2 വാം ഷെയ്ഡ്സ് സെക്കൻഡറി കളറും മെയിൻ കളറും ആക്കിയിട്ട് നേരെ കൂൾ ഷെയ്ഡ് ഓപ്പോസിറ്റ് ഏതാണോ അത് നമ്മൾ
പോപ്പ് ചെയ്ത് നിൽക്കാനുള്ള കളറായിട്ട് എടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ വാം ഷെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ യെല്ലോയും ഓറഞ്ചും ഒരുമിച്ച് എടുക്കുക. എന്നിട്ട് വയലറ്റ് നമ്മുടെ ബോർഡറായിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടുള്ള കളറായിട്ട് ചൂസ് ചെയ്ത് വരും. ഇനിയിപ്പോൾ മോർ ദാൻ 3 കളേഴ്സാണ് നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിക്കുക. മാക്സിമം ഒരു ഫാമിലിയിൽ നിന്ന് തന്നെ ചൂസ് ചെയ്യാൻ നോക്കുക. സ്പെഷ്യലി പാസ്റ്റൽ ഷെയ്ഡ്സ് ആയിരിക്കും ഏറ്റവും നന്നായിട്ട് പോവുക. ഇനിയിപ്പോൾ കുറേ കളർ നിങ്ങൾക്ക് വേണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ ഷെയ്ഡ്സ് എപ്പോഴും ബോർഡറായിട്ട് കൊടുക്കാൻ നോക്കുക. അതായത് ആ പോപ്പ് ചെയ്ത് നിൽക്കുന്ന കളറ് ന്യൂട്രൽ ഷെയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻ കേസ് സെയിം ഫാമിലിന്നോ ഡിഫറെൻറ്റ് ഫാമിലിന്നോ ആയാൽ കൂടി അതിനൊരു ഫിനിഷിങ് ടച്ച് കിട്ടും കേട്ടോ. ഇനി നിങ്ങൾക്ക് പോണോടത്തൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളർ വീലും നമ്മുടെ ഏതൊക്കെയാണ് ഷെയ്ഡ്സ് എന്നുള്ള നോട്ട് പാഡ് എടുത്തിട്ടൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് ഏറ്റവും ചെയ്യാവുന്ന, ഇപ്പോൾ ഞാൻ ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളവിടെ ഷെൽഫിൽ കാണുന്ന ആ ഒരു യാൻസ് ഉണ്ടല്ലോ, അതെല്ലാം നമ്മളവിടെ ഒരു ടേബിളിൽ നിരത്തി വെച്ചിട്ട് ഏത് തമ്മിലാണ് ചേരുക എന്നുള്ളത് നമുക്കതിങ്ങനെ വെച്ച് കഴിയുമ്പോൾ തന്നെ ഒരു കളർ സെൻസ് കിട്ടുമല്ലോ, നമുക്ക് ഏതൊക്കെയാണ് വേണ്ടത് എന്ന് നോക്കിയിട്ടാണ് ഞാൻ ചൂസ് ചെയ്യാറ്. കളർ വീലൊന്നും നോക്കിയിട്ടല്ല ഞാൻ പോകുന്നത്. അല്ലെങ്കിൽ നേരെ പിന്നെ അത് നമുക്ക് അങ്ങനെ കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ചെയ്യാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നമുക്ക് ആവശ്യമുള്ള 2 or 3 കളറ് നമ്മൾ ആ ടേബിളിൽ നിരത്തി വയ്ക്കാം. എന്നിട്ട് നമ്മുടെ ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് അതിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിൽറ്ററിലോട്ട് മാറ്റുക. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിൽറ്ററിലോട്ട് മാറ്റുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി വൈറ്റ് കളറും ബ്ലാക്ക് കളറും ഈ 2 ഷെയ്ഡാണല്ലോ വരിക. എല്ലാം വൈറ്റ് ഫാമിലിയിലോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചൂസ് ചെയ്ത കളർ കോഡ് കറക്റ്റ് അല്ല. അതേസമയം ഒരെണ്ണം വൈറ്റും ഒരെണ്ണം ബ്ലാക്കിൻ്റെ ഷെയ്ഡിലുമാണ് നിൽക്കുന്നത്. ആ ഒരു കളർ പാലറ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ടും നല്ലൊരു കോംബോ ആയിട്ട് പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് കളർ എങ്ങനെ ചൂസ് ചെയ്യാം, എങ്ങനെ സെലക്ട് ചെയ്യാം എന്നൊക്കെ നോക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓൾറെഡി ഉള്ള ഒരു ഇൻസ്പോ വെച്ചിട്ട്, ഇപ്പോൾ നിങ്ങൾ പിൻട്രസ്റ്റിൽ നിന്നായിരിക്കും എടുക്കുന്നത്, അല്ലെങ്കിൽ യൂട്യൂബിലൊരു ക്രിയേറ്റർ കണ്ടിട്ടായിരിക്കും എടുക്കുന്നത്, അതിൽ ഓൾറെഡി നിങ്ങൾ ചൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന കളറുകളാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്കൊന്നും നോക്കാനില്ല, ആ ഒരു കളറ് മാത്രം ജസ്റ്റ് പോയി പിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കളറ് ഞാൻ ചൂസ് ചെയ്യുന്നതും നിങ്ങളുടെ അടുത്ത് ചൂസ് ചെയ്യാൻ ഞാൻ പറയുന്നതും. നിങ്ങൾക്കിതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ. ഞാനപ്പോൾ അതിനനുസരിച്ച് കൂടുതൽ ഇൻഫർമേഷൻ ഞാൻ റിപ്ലൈ ആയിട്ട് അയക്കാം കേട്ടോ.